താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഇപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലാണ് എന്നൊന്ന് ചിന്തിച്ച്. എന്താ ചിന്തിക്കേണ്ട? അങ്ങനെ തന്നെയാണെന്നോ? ഓക്കെ, ശരി. നിങ്ങളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഏറ്റവും അധികം നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പരാതി പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഇതിൽ ഇത്ര എന്താ ചിന്തിക്കാനെന്നോ? പ്രശ്നത്തെക്കുറിച്ച് തന്നെ, അതല്ലേ? അല്ലെങ്കിൽ ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വേദന, സമ്മർദ്ദം, അത് മുഖാന്തരം അനുഭവിക്കേണ്ടി വരുന്ന നിന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ചായിരിക്കും. ആണോ? അല്ല. ഒരു പ്രശ്നത്തിന് മധ്യത്തിൽ ഞാനും നിങ്ങളുമാകുമ്പോൾ നമുക്കൊപ്പം നിൽക്കുമെന്ന് കരുതുന്ന, നമ്മെ കൈത്താങ്ങുമെന്നും നമ്മെ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്ന പലരിലേക്കും നോക്കും. നോട്ടം മാത്രമേ ഉണ്ടാകാറുള്ളൂ, അവരെ മുഖം തിരിച്ചു പോകും. അപ്പോൾ അതേക്കുറിച്ചായിരിക്കും നമ്മൾ ഏറ്റവും അധികം പരാതി പറയുന്നത്. എന്നാലും അവൻ കൂടെ നിന്നില്ല, അവൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇത് ഇങ്ങനെ അധികം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊക്കെ ഇന്നലകളിൽ പല നിലകളിൽ പലപ്പോഴും നമ്മുടെ സഹായം സ്വീകരിച്ച് ഇന്ന് നിൽക്കുന്നവരാ. ആമേൻ. അവർ ഇന്നലകളിൽ വീണുപോയപ്പോൾ, അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, അല്ലേ സഹോദര, മുന്നും പിന്നും നോക്കാതെ നീ സപ്പോർട്ട് ചെയ്തില്ലേ? അതുകൊണ്ടല്ലേ അവരിന്ന് അവിടെ തുടരുന്നേ? അല്ലെങ്കിൽ അല്ലേ സഹോദരി, രഹസ്യമായി തന്നെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്തു, അല്ലേ? ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി നിന്നിൽ അവർ പ്രത്യാശ വച്ചതുകൊണ്ട്, നീ മാത്രമേ അവരെ സഹായിക്കുവാനുള്ളത് കൊണ്ട് നീ പോയി, അതുകൊണ്ട് നിന്റെ ശുശ്രൂഷയും പോയി. ആമേൻ. അപ്പോൾ നീ പ്രശ്നത്തിലായപ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം, അല്ലേ? ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. ആ സഹോദരി ഏറെ വർഷങ്ങളായി ഒരു വിദേശ രാജ്യത്താണ്. നല്ല ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ചു പോകയിൽ ഈ വിളിക്കുന്ന സമയത്തിന് ഒരു വർഷം മുമ്പ് തൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വിദേശത്താണ്, ഒരുപാട് വർഷം ജോലി ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ചിലർ ചിന്തിക്കും, ജോലിയില്ലെങ്കിൽ എന്താ, അത്രയും സമ്പാദിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. വിദേശത്തുള്ളവർക്കറിയാം, സമ്പാദിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഇരട്ടി ചിലവാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലേ? ഒരു വർഷമൊക്കെ ജോലിയില്ലാതെ നിന്നാൽ തീർന്നു. നാട്ടിൽ നിൽക്കുന്നത് പോലെയല്ല. നാട്ടിലാണെങ്കിൽ 4 പേരെ കണ്ട് മിണ്ടിയും പറഞ്ഞും ആ വിഷമം ഒന്ന് ഇറക്കി വയ്ക്കാം. പക്ഷേ വിദേശത്തൊക്കെ വല്ലാത്ത ഭാരമാ, വല്ലാത്ത ഫ്രസ്ട്രേഷനാ. സ്തോത്രം. ആ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ജോലിയില്ലാത്തത് കൊണ്ട് പലരുടെ വാക്കുകൾ കഠിനമായി മാറും, അല്ലേ സഹോദര? സ്വന്തം ഭാര്യയുടെ വാക്കുകൾ പോലും കഠിനമായി മാറുന്നു. അത് വലിയ മുറിപ്പാടുകൾ സൃഷ്ടിക്കുന്നു. മക്കളെ ഓർത്താ. സ്തോത്രം, അല്ലേ സഹോദരി? നിന്റെ ഭർത്താവിൻ്റെ വാക്കുകൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഈ മനുഷ്യൻ ജോലി ചെയ്ത് മാസാമാസം ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണോ ഇവൻ എന്നെ കല്യാണം കഴിച്ചതെന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള വാക്കുകളാ നിന്റെ ഭർത്താവ് പറയുന്നേ. കാരണം നിനക്ക് ജോലി കിട്ടിയില്ല. വല്ലാത്തൊരു വേദനയല്ലേ, ഒരു പിടച്ചിലല്ലേ? ഇതെന്തിന് ഇങ്ങനെ ജീവിതം ജീവിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? നിന്നോടാ. സ്തോത്രം. ആ ഫ്രസ്ട്രേഷൻ, ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ വാക്കുകൾ, നിന്റെ ഭാര്യയുടെ വാക്കുകൾ, പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ, അതിങ്ങനെ മുറിപ്പാടുകൾ വലുതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചാലോ എന്ന് ചിന്തിച്ചായിരിക്കുന്നുണ്ട്. സ്തോത്രം. തീർന്നിട്ടില്ല. ആമേൻ. അവർ പറയും തീർന്നു, നീ ഇങ്ങനെ അല്ല. സ്തോത്രം. ആ പറഞ്ഞവർ മാറ്റി പറയും വിധത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര, സഹോദരി, ജോലിയില്ലാതെ ഒരടിമയെ പോലെ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും കേട്ട് നീ അവിടെ തുടരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുക, വഴി തുറക്കപ്പെടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഒത്തിരി നാളായി ജോലിയില്ലാതെ നിന്ന് സഹിച്ചായിരിക്കുന്ന നിന്നോടാ. സ്തോത്രം. പ്രായം നോക്കണ്ട, നിന്റെ എക്സ്പീരിയൻസ് നോക്കണ്ട, നീ സമീപിച്ച സ്ഥാപനങ്ങൾ നിന്നോട് ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കണ്ട. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചിലരോട് സംസാരിക്കുവാൻ പോകുക. ആമേൻ. സഹോദരി, പഠിച്ചിറങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി, അതുകൊണ്ട് ഇനി ജോലി കിട്ടാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നേ, കുത്തി വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നേ, അവിടെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ.
അപ്പോൾ ആ സഹോദരി പറയുക, ദേവദാസനെ, ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുള്ളതാ, പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ജോലിയില്ലാതെ നിൽക്കുമ്പോൾ എന്നെ സഹായിക്കുവാൻ കഴിവുള്ളവരുണ്ട്, പല പല ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഞാൻ ഒത്തിരി തവണ വിളിച്ചു പറഞ്ഞു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കുന്നില്ല. അവർ വിചാരിച്ചാൽ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടും, ഇന്ന ആൾ വിചാരിച്ചാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവർക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾക്കറിയാമോ ദൈവദാസനെ? എനിക്കവിടെ അറിയാം, എങ്കിലും കേട്ടോണ്ട് തന്നു. ഇങ്ങനെ പറഞ്ഞ് അവസാനം ആ സഹോദരി പറയുക, ദൈവദാസനെ, നിങ്ങൾ പ്രാർത്ഥിക്ക് എനിക്ക് വേണ്ടി. അവരോട് ഈശോ ഇടപെടുവാൻ ഈശോ അവരോട് പറഞ്ഞാൽ അവർ എനിക്ക് വേണ്ടി പലരോടും പറയും. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു. അതെ, ആ സഹോദരിയോട് പറഞ്ഞ, ആ സഹോദരിയുടെ ജീവിതത്തെ മാറ്റിയ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും പരാതി പറഞ്ഞു. സഹായിക്കേണ്ടവർ സഹായിച്ചില്ല, കൈത്താങ്ങേണ്ടവർ കൈത്താങ്ങിയില്ല, ഒപ്പം നിൽക്കേണ്ടവർ ഒപ്പം നിന്നില്ല. അതേ പരാതി പറഞ്ഞായിരിക്കുന്ന നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ആ വചനം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പത്രോസ് അവനോട്, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ശ്രദ്ധിച്ചേ, പത്രോസ് പറയുക, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. അതുകൊണ്ട് യേശു നിന്റെ അപ്പുറത്തുള്ള ആ വീട്ടുകാരനെ പറഞ്ഞു വിട്ട് നിന്റെ കിടക്ക വിരിച്ചു തരും എന്നാണോ? ആണോ? അല്ല, താനായി തന്നെ, നീ തന്നെ. സഹോദരി, ഞാൻ ആ സഹോദരിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറഞ്ഞു, സഹോദരി, നിനക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നല്ല, എൻ്റെ യേശു നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുക. നീ തന്നെ നിൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള, ഇന്ന് നിന്നെ സഹായിക്കാത്ത, നിന്റെ കഷ്ടത കണ്ട്, നീ ആയിരിക്കുന്ന പ്രശ്നം കണ്ട് മാറി നടക്കുന്നവരെ പിന്നെയും സഹായിക്കുവാൻ തക്കവണ്ണമുള്ളത് നീ തന്നെ കണ്ടെത്തും. കാരണം യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. ഇനിയും ഇന്നലകളിൽ നിങ്ങൾ സഹായിച്ച്, നിങ്ങളുടെ സഹായം വാങ്ങി, നിങ്ങളിൽ നിന്ന് പലതും പറഞ്ഞ് നേടിയെടുത്ത് നിങ്ങളുടെ കഷ്ടതയിൽ കാണാതെ മാറി നിൽക്കുന്നവരെ പിന്നെയും കൈത്താങ്ങുവാൻ തക്കവണ്ണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ അതെന്തിനാ? അതാ തീക്കനൽ കുമ്മിക്കുന്നേ. ദാവീദിന്റെ ഭാഷയാണ്. ദാവീദിനോട് ദൈവം പറയുക, നീ നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്നാൻ കൊടുക്ക്. ആ തീറ്റി അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അത് മധുരിക്കുകയില്ല, അതവന് മുറിപ്പാടുണ്ടാക്കും. എന്നാലും ഇവനെയാണല്ലോ ഞാൻ ദ്രോഹിച്ചത്, എന്നാലും ഇവളെയാണല്ലോ ഞാൻ അപമാനിച്ചത്. എൻ്റെ ഭർത്താവെന്ന് പോലും നോക്കാതെ, എൻ്റെ ഭാര്യ എന്ന് പോലും നോക്കാതെ. സഹോദരി, നിന്റെ അധ്വാന ഫലം കൈനീട്ടി വാങ്ങുമ്പോൾ, നിന്റെ ഭർത്താവിന് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്റെ തൊഴിൽ മേഖലയിലൂടെ നീ ചെയ്യുമ്പോൾ, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെയ്യുമ്പോൾ, തീക്കനൽ കുമ്മിക്കുന്ന ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ സ്തോത്രം. കുറ്റബോധം കൊണ്ട് നിന്നെ പരിഹസിച്ചതിൽ, നിന്നെ അപമാനിച്ചതിൽ, നിന്ദിച്ചതിൽ കുറ്റബോധം കൊണ്ട് തല കുനിപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവം യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നീ തന്നെ, ഓ സ്തോത്രം, ആമേൻ. ഒരുത്തരും വേണ്ടതേ, ആരും സഹായിക്കേണ്ട, മാറി നിൽക്കുന്ന ഒരുത്തരും സഹായിക്കേണ്ട. നിനക്ക് വേണ്ടി എൻ്റെ യേശു പ്രവർത്തിക്കും. നീ തന്നെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നിനക്ക് വേണ്ടത് നീ തന്നെ കണ്ടെത്തും. ആമേൻ. ആ സഹോദരി ആ വചനം കേട്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി. ആ സഹോദരി പറഞ്ഞു, ദൈവദാസനെ, ശരിയാണ്, ഞാൻ ഇന്നുവരെ മറ്റുള്ളവർ എന്നെ സഹായിക്കാത്തത് എന്താണെന്ന് കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നേ, അതിലാ പരാതി പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ എന്തിനാ അവരുടെ മുഖത്ത് നോക്കുന്നേ? ഓ സ്തോത്രം. ഇന്ന് ആ സഹോദരി കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് താൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി കണ്ടെത്തി, ആ ജോലി ചെയ്ത്, ആ മാറി നിന്ന കഷ്ടതയുടെ മധ്യത്തിൽ മാറി നിന്ന ആ പ്രിയപ്പെട്ടവരുടെയൊക്കെ മധ്യത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സാക്ഷിയായി എന്നെ കേൾക്കുന്ന നിങ്ങളും അவ்விധത്തിൽ തന്നെ നിലനിൽക്കും. അതേ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരും,
അല്ല സഹോദര, നിനക്ക് വേണ്ടി എൻ്റെ യേശു പ്രവർത്തിക്കും. നീ തന്നെ കണ്ടെത്തും, നീ തന്നെ. സ്തോത്രം. വീണത് നീയാണെങ്കിൽ എഴുന്നേൽക്കുന്നത് നീ തന്നെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നഷ്ടപ്പെട്ടത് നിന്റെ ജോലിയാണെങ്കിൽ അത് കണ്ടെത്തുന്നത് നീ തന്നെ. ആമേൻ. കരഞ്ഞത് നീയാണെങ്കിൽ, യേശുവിൻ നാമത്തിൽ ആമേൻ. കരഞ്ഞത് നീയാണെങ്കിൽ, വേദനിച്ചത് നീയാണെങ്കിൽ, നിരാശ അനുഭവിച്ചത് നീയാണെങ്കിൽ, സങ്കടപ്പെട്ടത് നീയാണെങ്കിൽ, നീ തന്നെ അതിന് പരിഹാരവും കണ്ടെത്തും. ആമേൻ. നിന്നിലൂടെ തന്നെ നിന്നിലൂടെ തന്നെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുക. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നീ തന്നെ കണ്ടെത്തുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. സഹോദരി പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അയ്യോ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഇടപെട്ടെങ്കിൽ, എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിരുന്നുവെങ്കിൽ, അയ്യോ, ആരുമില്ലല്ലോ. ഞാൻ ഇന്നലകളിലൊക്കെ അവർക്ക് വേണ്ടി പലതും ചെയ്തതല്ലേ, അവരോട് കൂടെ നിന്നല്ലേ, എന്നിട്ട് ആരുമില്ലല്ലോ. ആരും വേണ്ട. നീ തന്നെ നിന്റെ കുടുംബജീവിതത്തെ പണിയുവാൻ പോകും. യേശുവിൻ നാമത്തിൽ നീ തന്നെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അത് പണിയുവാൻ വേണ്ടിയാണ് നിന്നെ അതിനകത്ത് കൊണ്ടുപോയേ. ആമേൻ. സ്തോത്രം. നിന്റെ കുടുംബജീവിതം പണിയപ്പെടുക. സ്തോത്രം. ആരും ചെയ്യുവാൻ കഴിവുള്ളവരെന്ന് കണ്ട ആരും നിനക്ക് വേണ്ടി ചെയ്തു തരാത്തത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു. നിന്നെ കൊണ്ട് തന്നെ നിന്റെ കുടുംബജീവിതത്തെ പണിതെടുക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീ തന്നെ. ആമേൻ. സഹോദര, ആരും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതാ സങ്കടം. ഒന്നും അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവൾക്ക് മനസ്സിലാവും. പക്ഷെ ആരും സങ്കടം ആരും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ല. സ്തോത്രം. നീ തന്നെ നിന്റെ കുടുംബജീവിതത്തെ പണിയുക. യേശു അതിന് തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുക. താങ്ക് ഗോഡ്. പണിതെടുക്കുവാൻ തക്കവണ്ണം, തകർന്നു പോയ നിന്റെ കുടുംബജീവിതത്തെ പണിതെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. നിന്നെ ശക്തീകരിക്കുക. സഹോദരി, നിന്റെ ഭർത്താവിനെ തിരികെ പിടിക്കുവാൻ തക്കവണ്ണം, മദ്യത്തിൽ, മയക്കുമരുന്ന്, ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയ, ലോകപ്രകാരം ജീവിക്കുന്ന, നിന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഭർത്താവിനെ തിരികെ പിടിക്കുവാൻ തക്കവണ്ണം യേശു നിന്നെ ശക്തീകരിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ തന്നെ അത് പണിയുക. സ്തോത്രം. മുഖം തിരിച്ചു മാറി നിന്നവർ അസൂയപ്പെടുമാർ. ആമേൻ. സ്തോത്രം. അവർ ലജ്ജിക്കപ്പെടുവാൻ പോകുക. അവർ ചിന്തിക്കുവാൻ പോകുക. എന്നാലും അന്ന് സംസാരിക്കാമായിരുന്നു, അന്ന് ഇടപെടാമായിരുന്നു. ഇതിപ്പം ഇവിടെ മുഖത്ത് എങ്ങനെ നോക്കും? അവളും കൂടെ സന്തോഷത്തോടെ നടക്കുമ്പോൾ എങ്ങനെ നോക്കും? സ്തോത്രം. തീക്കനൽ കുമ്മിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ആമേൻ. ആ ഡോക്ടർ ആയിരുന്നെങ്കിൽ, ആ ആശുപത്രി പോയിരുന്നെങ്കിൽ, പക്ഷേ പോകാനുള്ള നിവൃത്തിയില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരും മുൻകൈ എടുക്കുന്നില്ല. സങ്കടമല്ലേ ആ രോഗത്തിൻ്റെ മധ്യത്തിൽ, അല്ലേ? സ്തോത്രം. അയനയാസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. താങ്ക് ഗോഡ്. സ്തോത്രം. ഇനി ആരും കൊണ്ടുപോണ്ട. നീ എഴുന്നേറ്റ് നിന്റെ കാര്യം നോക്കിപ്പോ. കർത്താവ് നിന്നെ സൗഖ്യമാക്കി. ആമേൻ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. ഡിസ്ചാർജ് ആയെന്നേ സാക്ഷ്യം വിളിച്ച് പറയണേ. സഹോദരി, ഡോക്ടർ പറയുക, പൊയ്ക്കോ, ഇനി ഇവിടെ കിടന്ന് കർത്താവ് പ്രവർത്തിക്കുക. നീയായി തന്നെ, നിന്റെ പ്രാർത്ഥനയിലൂടെ തന്നെ. ആമേൻ. നിന്റെ പ്രാർത്ഥനയിലൂടെ തന്നെ. സ്തോത്രം. നീ എഴുന്നേൽക്കുക. എനിക്കൊപ്പം ആരും ഉപവസിക്കാനില്ല, ആരും പ്രാർത്ഥിക്കാനില്ല, ആരും കരയുവാനില്ല, എൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ആരും കൂടെ നിൽക്കാനില്ല. അയ്യോ, ഭയങ്കര സങ്കടം അല്ലേ സഹോദരി? അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. മക്കളുടെ കാര്യമല്ലേ, എൻ്റെ ഭർത്താവിന് കൂടെ നിൽക്കുന്നില്ല. എൻ്റെ മാത്രം കാര്യമല്ലല്ലോ, അവർക്ക് കൂടെ നിന്നൂടെ? നിൽക്കുന്നില്ല. അവരൊക്കെ വലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കത്തുള്ളൂ. നമ്മൾ ചെറിയ ആൾക്കാരായതുകൊണ്ട് പള്ളിക്കാർക്കും വേണ്ട, പാസ്റ്ററിനും വേണ്ട, അച്ഛനും വേണ്ട, സഹോദരിമാർക്കും വേണ്ട, ആരുമില്ല. സങ്കടമല്ലേ? ആരും വേണ്ട. താങ്ക് ഗോഡ്. ആരും വേണ്ട. നിന്റെ പ്രാർത്ഥന. സ്തോത്രം. നിന്റെ പ്രാർത്ഥന മാത്രം മതി. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. ആമേൻ. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. പ്രാർത്ഥിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. സ്തോത്രം. നിന്റെ പ്രാർത്ഥന വിടുതലായി മാറുക. എഴുന്നേൽക്ക. വീണുപോയ സ്ഥാനത്ത് നിന്ന് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. മാതാവേ, പിതാവേ, സങ്കടം, ആരും എൻ്റെ മക്കളെ സഹായിക്കുന്നില്ല. ദേവദാസനെ, നിങ്ങൾക്കറിയാമോ, സംസാരിക്കുവാൻ അവസരം കിട്ടിയാൽ പറഞ്ഞേനെ. ഒരുപാട് പേര് അവിടെയൊക്കെ ഉള്ളതാ. ആരും വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. എൻ്റെ കൊച്ചു ഒറ്റയ്ക്ക് അവിടെ പോയി ഒന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ സംസാരിക്കുന്നില്ല. എന്തിനാ? നിന്റെ കുഞ്ഞ്. സ്തോത്രം. അവനൊപ്പം ദൈവമുണ്ട്. താങ്ക് ഗോഡ്. പിന്നെ ആര് വേണം?
ആമേൻ. അവനവിടെ പോയത് വെറും കൈയോടെ മടങ്ങാനല്ല. ആ രാജ്യത്ത് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ. ആ സ്കൂളിൽ കോളേജിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുക. അതിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുക നിന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ സാക്ഷ്യത്തിന് പങ്കാളികളുടെ ആവശ്യമില്ല. ആമേൻ, സ്തോത്രം. അവൻ പറയേണ്ടത് ഇങ്ങനെയാ: നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും സഹായിച്ചതുകൊണ്ട് ഞാൻ നിൽക്കുന്നു എന്നല്ല, എൻ്റെ യേശു എനിക്കൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട്. യെസ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട്. സ്തോത്രം. എൻ്റെ യേശു, ഓ താങ്ക് ഗോഡ്, നിന്റെ തലമുറയുടെ സാക്ഷ്യമാ. ആമേൻ, സ്തോത്രം. ഓ ആമേൻ, ആമേൻ, സ്തോത്രം. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവർ സാക്ഷ്യം പറയുവാൻ പോകുക. ആരും വേണ്ടെന്നേ. സ്തോത്രം. അവർ ലജ്ജിച്ച് തലകുനിക്കും വിധം സഹായിക്കാമായിരുന്നു എന്നോർത്ത് കുറ്റബോധപ്പെടും വിധം എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ പോകുക. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ആത്മീയ ജീവിതത്തെ പണിയുവാൻ പോകുക. ശുശ്രൂഷക, സഹായിക്കേണ്ടവർ, സംഘടന, ഒപ്പം നിൽക്കേണ്ടവർ. നീ ഒരുപാട് പേർക്ക് വേണ്ടി കരഞ്ഞു, പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കി. ഇന്ന് ആരും നിനക്കൊപ്പമില്ല. സങ്കടമാ. സ്തോത്രം. കർത്താവ് നിനക്കൊപ്പമുണ്ട്. സ്തോത്രം. പരാതി പറച്ചിൽ നിർത്ത്. ഓ ആമേൻ, സ്തോത്രം. പരാതി പറച്ചിൽ നിർത്ത്. നീ തന്നെ. എത്രയോ പേര് നീ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി. എത്രയോ പേരുടെ പ്രശ്നങ്ങൾക്ക് നീ പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ വന്നു. പിന്നെ നീ ആരുടെ പ്രാർത്ഥനാ സഹായത്തിനാണ് ഓടുന്നേ? സ്തോത്രം. നീയായി തന്നെ പ്രാർത്ഥിച്ച ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താനായി തന്നെ. സ്തോത്രം. ആമേൻ. എനിക്കറിയത്തില്ല, ഇന്ന് ചിലർ താനായി തന്നെ സ്വയം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ പോകുക. ആരും പറഞ്ഞിട്ട് കേൾക്കാത്ത. സ്തോത്രം. അവർ താനെ തിരുമ്പി വരിക. ആ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, രോഗപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന്. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, അതെ കർത്താവ് അവരെ മടക്കി വരുത്തിയ, കർത്താവ് അവരെ സന്ദർശിക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. പിടിക്കപ്പെട്ടു പോയ സ്ഥാനത്തുനിന്ന്, പെട്ടുപോയ സ്ഥാനത്തുനിന്ന് പട്ടുകൊണ്ടിരിക്കുന്ന അവരെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയ. സ്തോത്രം. അതേന്നേ. നോക്കൂ, 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾക്ക് ഇടയിൽ നിന്നൊരു വാക്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്, ആ സഹോദരിയുമായും പങ്കുവച്ചത്. 8 വർഷമായി ഒരുത്തൻ ഒരേ കിടപ്പ. അവനായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവനായിട്ടൊന്നും ചെയ്യാൻ. പലരുടെയും പ്രശ്നം ഇതാ, സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ആരെങ്കിലും ചെയ്യട്ടെ, ആരെങ്കിലും ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന. ഇല്ല, നീ തന്നെ ചെയ്യും. ആമേൻ. നിനക്ക് വേണ്ടി വെളിയിൽ നിന്ന് ആരെയും വരാനൊന്നും പോകുന്നില്ല. നീ തന്നെ ചെയ്യും. നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യും. നിന്റെ ഭർത്താവ് ചെയ്യേണ്ടത് നിന്റെ ഭർത്താവ് തന്നെ ചെയ്യും. സഹോദരി, നിന്നോടാ. സ്തോത്രം. നിന്റെ ഭാര്യ തന്നെ ചെയ്യും. അതെ, നിന്നോടാ. നിന്റെ മക്കൾ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്യും. അവരുടെ സ്നേഹം, അവരുടെ സംരക്ഷണം നീ അനുഭവിക്കും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആരെങ്കിലും അല്ലെന്നേ, പകരക്കാരൊന്നുമില്ല. അവരവർ തന്നെ. ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അവർ തന്നെ. സ്തോത്രം. പകരക്കാരില്ല. അവർ തന്നെ, താനായി തന്നെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുക. നിങ്ങൾ തന്നെ. സഹായിക്കാത്തവരെ നോക്കി സമയം കളയണ്ടെന്നേ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവർ അസൂയപ്പെടും വിധത്തിൽ കർത്താവ് നിങ്ങളെ പിന്നെയും മാനിക്കും. പിന്നെയും അവരെ സഹായിക്കുവാൻ കർത്താവ് അവസരം നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരിട്ട് കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ, നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമായി ആ ദിവസം മാറും. മനുഷ്യർ, അധികാരമുള്ളവർ, സഹായിക്കുവാൻ കഴിവുള്ളവർ മാറി നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളായി തന്നെ, സ്തോത്രം, ആ പ്രശ്നങ്ങളെ നേരിടുവാൻ പ്രാപ്തിയുള്ളവരായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരാലയത്തിൽ കടന്നു പോകുന്നില്ല എങ്കിൽ, കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക. കടന്നു പോകാത്തവരെങ്കിൽ നേരിട്ട് കടന്നു വരിക. നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം.
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എന്ന കടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അയനയാസിനെ സൗഖ്യമാക്കിയ കർത്താവെ, ഇവരെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപ യേശുവിൻ നാമത്തിൽ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. സ്തോത്രം, സ്തോത്രം. നീണ്ട നാളുകളായുള്ള കിടക്ക, ഭവനത്തിനകത്തെ ആ രോഗക്കിടക്ക മാറ്റി വിരിക്കപ്പെടട്ടെ. പാരമ്പര്യമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗമണ്ഡലം അഴിഞ്ഞു മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ, ഷുഗർ ലെവൽ നോർമലാകട്ടെ, കൊളസ്ട്രോൾ കൺട്രോൾ ആകട്ടെ, ചില ട്യൂമറുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. പുറത്താരോടും പറയാതെ ഉദര സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദരി ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യമാക്കുക. ആ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കത്തി കൊണ്ട് കുത്തുന്നത് പോലെ പലപ്പോഴും നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ കടഭാരത്തെ കർത്താവ് മാറ്റുക, വഴി തുറക്കപ്പെടുക. എല്ലാ ബാധ്യതകളും, പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. സ്തോത്രം, സ്തോത്രം. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുക, നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറുക. കോടതിയിൽ കർത്താവ് പ്രവർത്തിക്കുക. ചില ജപ്തിയുടെ അനുഭവങ്ങൾ നീങ്ങുവാൻ വേണ്ടി സ്റ്റേ കിട്ടുക. നീതിയുള്ള വിധി കോടതിയിൽ നിന്നുണ്ടാകുക. സിവിൽ ക്രിമിനൽ കേസുകളിൽ, കള്ളക്കേസുകൾ കൊടുക്കപ്പെട്ട ചിലർ യേശുവിൻ നാമത്തിൽ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ നീതിയുള്ള വിധി ഉണ്ടാകുക. കുടുംബ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവം മാറുക. കുടുംബജീവങ്ങൾ പണിയപ്പെടുക. സംശയരോഗം മാറിപ്പോവുക. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരിക. ആമേൻ. താങ്ക് യു ലോർഡ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി വിദ്യാഭ്യാസം നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പഠനം കഴിഞ്ഞ് ജോലികൾക്കായി കാത്തിരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. എല്ലാ പഠന വൈകല്യങ്ങളും മാറിപ്പോകട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ലഭിക്കട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ. ആമേൻ, 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 ആമേൻ. യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം സ്തോത്രം. വാടക വീടെന്ന നിരാശ മാറട്ടെ. ആമേൻ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, വിൽപ്പനകൾ നടക്കട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടത്, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടത്, സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെട്ടത്, വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. പല ഭവനങ്ങളിലും ജോലിക്ക് കടന്നുപോയി, വിദേശങ്ങളിൽ കടന്നുപോയി ഭാരത്തോടെ ആയിരിക്കുന്നവർ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനവരും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോലെ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.